രാഷ്ട്രീയത്തിൽ ഇന്ന് അടിമുടി മാറ്റത്തിന്റെ ഇടിമുഴക്കമാണ് കേൾക്കുന്നത്. മെയ് 7 ഈ തീയതി ഇന്ത്യൻ ജനാധിപത്യം ഒന്നടങ്കം ബംഗാളിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. 15 വർഷം, അതെ, നീണ്ട 1.5 പതിറ്റാണ്ടുകാലം ബംഗാൾ എന്ന വിപ്ലവ മണ്ണിൽ ഏകാധിപത്യത്തിന്റെ ചെങ്കോലേന്തി നടന്ന പഴയ ദീദി ഇന്ന് വെറും കൈയോടെ പടിയിറങ്ങിയിരിക്കുന്നു. പടിയിറങ്ങിയതല്ല, ബംഗാളിലെ ഓരോ സാധാരണക്കാരനും അഹങ്കാരത്തെ അടിച്ചു പുറത്താക്കിയതാണെന്ന് പറയുന്നതാകും കൂടുതൽ ശരി. തൊഴിലില്ലായ്മ കൊണ്ട് ബംഗാളിലെ യുവാക്കൾ തെരുവിൽ അലഞ്ഞപ്പോൾ മമത എവിടെയായിരുന്നു? സന്ദേശ് കാലിയിലെ സഹോദരിമാർ നിലവിളിച്ചപ്പോൾ അവരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാതെ ഗുണ്ടകൾക്ക് കൂട്ടുനിന്നത് ആരായിരുന്നു? സ്വന്തം വോട്ട് ബാങ്കിന് വേണ്ടി അതിർത്തികൾ മലർക്കെ തുറന്നിട്ട് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാർക്ക് ചുവപ്പ് പരവതാനി വിരിച്ചു കൊടുത്തത് രാജ്യദ്രോഹമല്ലേ? തിരഞ്ഞെടുപ്പിൽ ജനം തള്ളിയിട്ടും രാജിവെക്കില്ലെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങാൻ നോക്കിയ മമതയ്ക്ക് ഭരണഘടനയുടെ കരുത്തിൽ ഗവർണർ നൽകിയ ആ 8ന്റെ പണി നിങ്ങൾ കണ്ടോ? ഇന്ന് ബംഗാൾ കാവി പുതയ്ക്കുമ്പോൾ, മമതയുടെ ചീട്ടുകൊട്ടാരം തകർന്നടിയുമ്പോൾ ഭാരതം ഒന്നടങ്കം ചോദിക്കുന്നത് ഒന്ന് മാത്രം: ഇതാണോ നിങ്ങൾ സ്വപ്നം കണ്ട ബംഗാൾ എന്ന്? ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മമതയുടെ പതനവും സുവേന്ദു അധികാരി എന്ന പടനായകന്റെ പോരാട്ടവും മോദി ഷാ സഖ്യം ബംഗാളിനെ വീണ്ടെടുത്ത ചാണക്യ തന്ത്രങ്ങളുമാണ്. തിരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ തന്നെ മമതയുടെ തനി നിറം നമ്മൾ കണ്ടതാണ്. പരാജയം സമ്മതിക്കാൻ ആ മനസ്സ് തയ്യാറായിരുന്നില്ല. തോറ്റത് തന്റെ ഭരണപരാജയം കൊണ്ടല്ല, മറിച്ച് EVM-ൽ തിരിമറി നടന്നത് കൊണ്ടാണെന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ദീദി. വോട്ട് കൊള്ളയെന്നും BJP-യുടെ ഗൂഢാലോചനയെന്നും പറഞ്ഞ് അവർ രാജ്ഭവനിലേക്ക് പോകാൻ പോലും വിസമ്മതിച്ചു. ഞാൻ രാജിവെക്കില്ല എന്ന മമതയുടെ വാശിക്ക് ഗവർണർ RN രവി നൽകിയത് കനത്ത പ്രഹരമാണ്. ഭരണഘടനയുടെ അനുച്ഛേദം 174 പ്രകാരം നിയമസഭ തന്നെ അദ്ദേഹം പിരിച്ചുവിട്ടു. അവസാന അടവും പാളി. ദീദി ഇപ്പോൾ വെറും മുൻ മുഖ്യമന്ത്രി മാത്രമായി മാറിയിരിക്കുന്നു. എന്തായിരുന്നു ഈ 15 വർഷം ബംഗാളിൽ നടന്നത്? വികസനത്തിന് പകരം അവിടെ വളർന്നത് ഗുണ്ടായിസമാണ്. സന്ദേശ് കാലിയിലെ അമ്മമാരുടെ കണ്ണുനീർ കണ്ടില്ലെന്ന് നടിച്ച മമത വോട്ട് ബാങ്കിന് വേണ്ടി നുഴഞ്ഞുകയറ്റക്കാർക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുത്തു. തൃണമൂലിന്റെ ഗുണ്ടകൾ പാവപ്പെട്ടവരുടെ റേഷൻ പോലും കൊള്ളയടിച്ചു. BJP പ്രവർത്തകരെ കൊന്നുതള്ളിയും വീടുകൾ ചുട്ടെരിച്ചും മമത നടത്തിയ ആ ഭീകരവാഴ്ചയ്ക്കാണ് ഇന്ന് അവസാനം വന്നത്. ഈ വിജയത്തിന് പിന്നിൽ ഒരാളുടെ പേര് ഉറക്കെ പറയേണ്ടതുണ്ട്. അതാണ് സുവേന്ദു അധികാരി. ദീദിയുടെ വലങ്കയ്യായിരുന്ന സുവേന്ദു അവരുടെ ജനദ്രോഹ ഭരണം കണ്ട് മടുത്ത് പുറത്തു വന്നപ്പോൾ മമതയുടെ പതനത്തിന് ആക്കം കൂടി. നന്ദിഗ്രാമിൽ ദീദിയെ മുട്ടുകുത്തിച്ച പഴയ വീര്യം ഇക്കുറി ബംഗാൾ മുഴുവൻ നമ്മൾ കണ്ടു. നിയമസഭയ്ക്കുള്ളിൽ മമതയുടെ ഏകാധിപത്യത്തിനെതിരെ ഗർജിച്ച പടനായകനാണ് അദ്ദേഹം. അമിത്ഷായുടെ തന്ത്രങ്ങൾ മൈതാനത്ത് നടപ്പിലാക്കിയ സുവേന്ദുവിന് മുന്നിൽ മമതയുടെ ഓരോ നീക്കവും പാളിപ്പോയി. നരേന്ദ്രമോദി എന്ന കരുത്തനായ നേതാവിനെയും അമിത്ഷാ എന്ന രാഷ്ട്രീയ ചാണക്യനെയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട്. ബംഗാൾ പിടിക്കുക എന്നത് അസാധ്യമെന്ന് പലരും കരുതി. പക്ഷേ മോദിജിയുടെ വികസന രാഷ്ട്രീയവും അമിത്ഷായുടെ കൃത്യമായ ആസൂത്രണവും ബംഗാളിലെ ഓരോ ഗ്രാമത്തിലും എത്തി. ആക്രമണ രാഷ്ട്രീയത്തെ വോട്ട് കൊണ്ട് നേരിടാമെന്ന് മോദിജി തെളിയിച്ചു. മമത പടിയിറങ്ങിയതോടെ ഇനി ബംഗാളിൽ ഒരു ശുദ്ധീകരണ കാലമാണ്. അധികാരത്തിന്റെ തണലിൽ ആടിത്തിമിർത്തവർ ഇനി അഴിക്കുള്ളിലേക്ക് പോകുന്ന കാഴ്ചയാണ് നാം കാണാൻ പോകുന്നത്. തൃണമൂലിലെ നേതാക്കൾ ഇപ്പോൾ BJP ഓഫീസിന് മുന്നിൽ ക്യൂ നിൽക്കുകയാണ്. മമതയെ ഉപേക്ഷിച്ച് പലരും വരും ദിവസങ്ങളിൽ പടിയിറങ്ങും. ബംഗാൾ സുരക്ഷിതമായാൽ ഇന്ത്യ സുരക്ഷിതമായി. നുഴഞ്ഞുകയറ്റക്കാർക്കും ഭീകരവാദങ്ങൾക്കും താവളമൊരുക്കിയ ഒരു സർക്കാർ പോയതോടെ ഭാരതം കൂടുതൽ കരുത്താർജിക്കുകയാണ്. അഹങ്കാരത്തിൻ്റെതല്ല, സേവനത്തിൻ്റെതാണ് രാഷ്ട്രീയമെന്ന് BJP വീണ്ടും തെളിയിച്ചിരിക്കുന്നു. താൻ പറയുന്നതാണ് നിയമം, താൻ ചെയ്യുന്നതാണ് ശരിയെന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭരണാധികാരിയായിരുന്നു മമത. കേന്ദ്ര സർക്കാരിനെ പോലും വകവയ്ക്കാതെ ഭരണഘടനാ സ്ഥാപനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് അവർ നടത്തിയ നീക്കങ്ങൾ നമ്മൾ കണ്ടതാണ്. പ്രധാനമന്ത്രി വിളിച്ച യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നും സുരക്ഷാ ഉദ്യോഗസ്ഥരെ തടഞ്ഞും അവർ കാണിച്ച തൻ പ്രമാണിത്വം ബംഗാളിന്റെ വികസനത്തെയാണ് തളർത്തിയത്. ഈ അഹങ്കാരത്തിനാണ് കഴിഞ്ഞ ദിവസം ബംഗാൾ ജനത ഇല്ലാതാക്കിയത്. ഭരണകൂടത്തിന്റെ തണലിൽ പോലീസിന് സ്വന്തം പാർട്ടി ഗുണ്ടകളെ പോലും ഉപയോഗിച്ചതിനുള്ള തിരിച്ചടിയാണിത്. പ്രതിപക്ഷ സ്വരങ്ങളെ അടിച്ചമർത്താനും കള്ളക്കേസുകളിൽ കുടുക്കി ജയിലിൽ അടയ്ക്കാനും മമത തന്റെ അധികാരം ദുരുപയോഗം ചെയ്തു. പക്ഷേ ജനം തെരുവിലിറങ്ങിയാൽ ഏത് പോലീസിനും ലാത്തി താഴ്ത്തേണ്ടി വരുമെന്ന് ഈ ഫലം തെളിയിക്കുകയാണ്.
കാക്കി വസ്ത്രത്തിനുള്ളിലെ തൃണമൂൽ രാഷ്ട്രീയത്തിന് ഇനി ബംഗാളിൽ സ്ഥാനമില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കുന്നത് വെറും ഒരു ഭരണമാറ്റത്തിനല്ല, മറിച്ച് ഒരു സാമ്രാജ്യത്തിന്റെ പതനത്തിനാണ്. 15 വർഷം മുൻപ് മാറ്റത്തിന്റെ മുദ്രാവാക്യവുമായി അധികാരത്തിൽ വന്ന മമത ഇന്ന് അതേ ജനങ്ങളാൽ തിരസ്കരിക്കപ്പെട്ട പടിയിറങ്ങുമ്പോൾ അത് ചരിത്രത്തിന്റെ നീതിയാണ്. അഹങ്കാരം കണ്ണുകളെ മറയ്ക്കുമ്പോൾ, അധികാരത്തിന്റെ ലഹരിയിൽ സാധാരണക്കാരന്റെ വേദന കാണാതിരിക്കുമ്പോൾ ഏത് വലിയ സിംഹാസനവും തകർന്നടിയുമെന്ന് മമതാ ബാനർജി ഇന്ന് തിരിച്ചറിയുന്നുണ്ടാവും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, ഇത്രയും കാലം ബംഗാളിൽ നടന്നത് എന്തായിരുന്നു? ഭയത്തിന്റെ ഭരണം, എതിർക്കുന്നവന്റെ നാവരിയുന്ന, ചോദ്യം ചെയ്യുന്നവന്റെ വീട് ചുട്ടരിക്കുന്ന തൃണമൂലിന്റെ ആ ക്രൂരതകൾക്ക് ഇന്ന് അവസാനം കുറിച്ചിരിക്കുകയാണ്. മമത പടിയിറങ്ങിയത് കൊണ്ട് മാത്രം എല്ലാം അവസാനിക്കുന്നില്ല. 15 വർഷം കൊണ്ട് അവർ ബംഗാളിനെ എത്രമാത്രം നശിപ്പിച്ചു എന്ന് ഇനി ഓരോന്നായി പുറത്തു വരും. അതിർത്തി കടന്നു വന്ന നുഴഞ്ഞുകയറ്റക്കാർക്ക് സംരക്ഷണം നൽകിയും അഴിമതിയുടെ സംസ്ഥാനത്തെ ഖജനാവ് കൊള്ളയടിച്ചതും കേന്ദ്ര പദ്ധതികൾ തടഞ്ഞുവെച്ച് പാവങ്ങളെ ദ്രോഹിച്ചതും ഈ പാവങ്ങൾക്കെല്ലാം അവരുടെ അണികളും മറ്റും മറുപടി പറയേണ്ടി വരും. സുവേന്ദു അധികാരി എന്ന പോരാളിയെ ചതിക്കാൻ നോക്കിയവർക്ക് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ബുദ്ധിക്ക് മുന്നിൽ ഇന്ന് മുട്ടുമടക്കേണ്ടി വന്നു. നരേന്ദ്രമോദി എന്ന നേതാവ് ബംഗാളിലെ ജനങ്ങൾക്ക് നൽകിയ വാക്ക് ഇന്ന് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഇക്കുറി ബംഗാൾ BJPക്ക് എന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞപ്പോൾ പരിഹസിച്ചവർക്കുള്ള ചുട്ട മറുപടിയാണിത്. അമിത്ഷാ എന്ന ചാണക്യൻ കരുക്കൾ നീക്കിയപ്പോൾ തകർന്നു വീണത് മമതയുടെ വർഷങ്ങൾ നീണ്ട കുതന്ത്രങ്ങളാണ്. ഇനി ബംഗാൾ കാണാൻ പോകുന്നത് ബോംബ് സ്ഫോടനങ്ങളല്ല, മറിച്ച് വികസനത്തിന്റെ ഇടിമുഴക്കമായിരിക്കും. നന്ദിഗ്രാമിലും മറ്റും ഇനി ഫാക്ടറികൾ ഉയരും. യുവാക്കളും സ്ത്രീകൾക്കും സുരക്ഷ ലഭിക്കും. ഇനി അവർക്ക് പേടി കൂടാതെ പുറത്തിറങ്ങാൻ സാധിക്കും. ബംഗാളിലെ ജനങ്ങൾക്ക് ഇന്ന് സമാധാനത്തിന്റെ രാത്രിയാണ്. ഭയമില്ലാതെ ഉറങ്ങാൻ കഴിയുന്ന, നാളെയെക്കുറിച്ച് പ്രതീക്ഷയുള്ള ഒരു പുതിയ പുലരി. നുഴഞ്ഞുകയറ്റക്കാരുടെ താവളമായിരുന്ന ആ മണ്ണ് ഇനി ഭാരതത്തിന്റെ അഭിമാനമായി മാറും. വിഭജന രാഷ്ട്രീയം കളിച്ചവർക്ക് ജനം നൽകിയ ഈ തിരിച്ചടി ഇന്ത്യയിലെ ഓരോ ഏകാധിപത്യക്കും ഒരു മുന്നറിയിപ്പാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എവിടെയെങ്കിലും ഇതുപോലൊരു കാഴ്ച കണ്ടിട്ടുണ്ടോ? തോറ്റാൽ അന്തസ്സായി രാജിവെച്ച് പടിയിറങ്ങുന്നതാണ് നമ്മൾ കണ്ടു ശീലിച്ച രീതി. പക്ഷേ അവിടെ ബംഗാളിൽ കണ്ടതോ? ജനങ്ങൾ മുഖത്തടിച്ചതുപോലെ ഒരു തിരിച്ചടി നൽകിയിട്ടും താൻ തോറ്റില്ല, എന്നെ ആരും തോൽപ്പിച്ചിട്ടില്ല എന്ന് വിളിച്ചു പറയാൻ എന്ത് ഭരണഭ്രാന്താണ് അവർക്കുള്ളത്? അധികാരം തലയ്ക്ക് പിടിക്കുക എന്ന് പറഞ്ഞാൽ ഇതാണ്. ഭാരതത്തിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഏതെങ്കിലും ഒരു മുഖ്യമന്ത്രി ഇത്തരത്തിൽ ജനവിധിയെ പുച്ഛിച്ചു തള്ളുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? തിരഞ്ഞെടുപ്പ് കമ്മീഷനെ തെറി വിളിക്കുക, ഗവർണറെ വെല്ലുവിളിക്കുക, ഒടുവിൽ ജയിച്ചവരെ കൊള്ളക്കാർ എന്ന് വിളിച്ച് ആക്ഷേപിക്കുക, ഇതൊക്കെ ഒരു ഭരണാധികാരിക്ക് ചേർന്നതാണോ? ജനവിധി മനസ്സിലാക്കാൻ കഴിയാത്ത അന്ധത. ബംഗാളിലെ ഓരോ സാധാരണക്കാരനും തെരുവിലിറങ്ങി വോട്ട് ചെയ്തത് ഈ ഏകാധിപത്യം അവസാനിപ്പിക്കാനാണ്. പക്ഷേ കസേരയിൽ പശയിട്ട് ഒട്ടിച്ചതുപോലെ ഇരിക്കാനാണ് ദീദി ശ്രമിച്ചത്. സ്വന്തം പരാജയം സമ്മതിക്കാൻ കാണിക്കുന്ന ഈ മടി ജനാധിപത്യത്തോടുള്ള വെല്ലുവിളി തന്നെയായിരുന്നു. വോട്ട് ചെയ്ത ജനങ്ങളെ അധിക്ഷേപിക്കുന്നതിന് തുല്യമായിരുന്നു അത്. മമതാ ബാനർജി എന്ന രാഷ്ട്രീയ നേതാവ് എത്രത്തോളം താഴെ പോയി എന്നതിന്റെ തെളിവാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ട ആ നാടകങ്ങൾ. ഗവർണർ ആ തീരുമാനം എടുത്തിട്ടില്ലെങ്കിൽ ഒരുപക്ഷെ ഇപ്പോഴും ആ കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുമായിരുന്നു മമത. ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തന്നെ ഭരണഘടനയെ ഇത്രയധികം പരിഹസിച്ച വേറൊരു സംഭവം ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ടാകില്ല. തോൽവി സമ്മതിക്കാൻ തയ്യാറാവാത്ത ഈ വാശി നിസ്സഹായതയുടെയും ഭയത്തിന്റെയും ലക്ഷണമായിരുന്നു. അഴിമതിയുടെയും ഗുണ്ടായുസത്തിന്റെയും കഥകൾ പുറത്തു വരുമെന്ന പേടിയാണ് ദീദിയെ ഈ കസേരയിൽ തളച്ചിടാൻ നോക്കിയത്. ബംഗാൾ ഇതിന് മാപ്പു നൽകില്ല. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളെ മറന്നവർക്ക് കാലം കാത്തുവെച്ച തിരിച്ചടിയാണിത്. തോൽവി സമ്മതിക്കാതെ വാശി പിടിച്ച മമതയ്ക്ക് കിട്ടിയത് ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടാണ്. ഇനി എത്ര തന്നെ കരഞ്ഞാലും എത്ര കുറ്റം പറഞ്ഞാലും ബംഗാളിലെ ജനങ്ങളെടുത്ത തീരുമാനം മാറ്റാൻ ആർക്കും കഴിയില്ല. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.